അപ്പോ ലെഗ് ഉണ്ടെങ്കിൽ ഒരു ലെഗ് അതിലിട്ടെ ആകെയായിട്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ആണ് പ്രശ്നം. അതിന്റെ പേരെന്താ പറഞ്ഞ്? മണിക്കുട്ടൻ. മണിക്കുട്ട, പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വിഷയമേ അല്ല. പക്ഷെ എന്ത് വേണം? പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള ചങ്കുറപ്പ് വേണം. പറ്റിക്കാൻ നിൽക്കരുത്. ആ ചങ്കുറപ്പ് എന്ന് പറയുന്നത് ഈ ചെങ്കിലുള്ള ഉറപ്പ്. നമുക്കൊരു ലക്ഷ്യം അത് വേണം. അതുണ്ടെങ്കിൽ പല നമുക്ക് എന്ത് തടസ്സം വന്നാലും അത് നമ്മൾ നേരിടണം. നേരിടാനുള്ള ഉറപ്പ് നമുക്ക് വേണം. ഉണ്ടെങ്കിൽ നീ ഇറങ്ങും. മണിക്കുട്ട, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്താ കാരണം? ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവളെ സ്വന്തമാക്കാനുള്ള കഴിവ് എങ്ങനെ വേണമെന്ന് എന്റെ ക്ലീറ്റോമോനെ കണ്ടുപിടിക്കും. അവൻ പ്രേമിച്ചു കെട്ടിയാണ്. അപ്പൊ അതിന്റെ ഉപദേശം ഇവൻ തരും. അതെ. പിന്നെ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ കുടുംബത്തിന്റെ വിഷമം എന്താണെന്നും അതിനെങ്ങനെ തരണം ചെയ്യണമെന്നും ഇവൻ പറഞ്ഞു. പെങ്ങളേനാണ് പഠിച്ചോണ്ടുപോയത്. അപ്പൊ എന്താണ് അതിന്റെ വഴിച്ച ഇവര് രണ്ടാളോട് ചോദിച്ചു മനസ്സിലായിക്കോ. എന്താ ചായിക്കോ? അതെ മോനൂട്ടനല്ല മണിക്കുട്ടൻ. എന്താ കുട്ട, നമ്മളിപ്പോ ഒരു പെണ്ണിനെ നമ്മൾ ഇഷ്ടപ്പെട്ട അവളെ കൊണ്ടുപോകാൻ നേരത്ത് തടസ്സങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതെ, ചില തെണ്ടികൾ വരും നമുക്കെതിരെ. അത് പറയരുത്. തെണ്ടികൾ എന്ന് പറയരുത്. അത് നീ ആരെ പറഞ്ഞതാണ്? നീ അതിനെ അറിഞ്ഞില്ലല്ലോ. നിന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോയത് നീ തടസ്സത്തിൽ വന്നില്ലല്ലോ. വന്നില്ല. നമുക്കതിന് ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി പറയാൻ പാടില്ല. ഞാൻ എന്റെ തങ്കത്തിനെ അടിച്ചോണ്ട് പോയപ്പോ ഇവനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ ലൈൻമാൻ അല്ലേ. ഞാനൊരു വലിയ കൊട്ടേഷൻ കൊടുത്തു. അവന് ഞാറനീലില് ഒരു മരം ഒടിഞ്ഞ് വീണ് കിടക്കണം. അളിയെ നീ അങ്ങോട്ട് ചെല്ലണം, പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു അവനെ അങ്ങോട്ട് വിട്ടത്. ഇവൻ അവിടെ ലൈൻ ശരിയാക്കാൻ പോയപ്പോ ഞാൻ ഈ ലൈനിനെ കൊണ്ട് പോയി. ഒരു മിനിറ്റ്. ആ ഫസലേ, എവിടെയാ? അയ്യോ, ഇവിടെ വീടിന്റെ അമ്പുറത്തോ? ഇവിടെ എത്തിയോ? ആ, ഞാൻ വരാം. ഞാൻ നീ ഒരു ഭാഗത്ത് ഇരുന്നാ മാത്രം മതി കേട്ടാ. അമ്മവാ, ഇനി വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ആ സാധനം ആയെങ്കിൽ അതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കും കേട്ടാ. നീ ഇത് എവിടെ പോയി കിടക്കാണ്? സാധനം കിട്ടണ്ട്. ഇന്ന് ഞായറാഴ്ച അല്ലേ, നല്ല തിരക്കാണ്. കിട്ടിയോ? സാധനം കിട്ടി. അതേ കാറക്കാരൻ ഇറങ്ങണം. ഒന്നും പറയണ്ട, അതൊരു VIP വന്നിട്ടുണ്ട് ഇവിടെ. മൂപ്പരുടെ ഒരു വലിയ ജീവിത പ്രശ്നം സംസാരിച്ചോണ്ടിരിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അയ്യോ, എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാന്ന്. നീ പോയാ പറ്റില്ല. സാധനം തന്നേക്കാന്ന്. വേണ്ട, നീ നിക്ക്. നിന്റെ അഭിപ്രായം കൂടി എനിക്ക് ചേർക്ക്. ഇങ്ങോട്ട് വാ. ആണോ? കുഴപ്പമില്ല. സാധനം എടുക്കണം. സാധനം അവിടെ ഇരുന്നോട്ടെ. എല്ലാം കൂടെ വേണ്ട, ഇപ്പൊ അവിടെ ഉണ്ട്. ശരി, അല്ലേ എടുത്തേക്കാം. ഞാൻ വന്നിട്ട് ഓസിനടിച്ചാൽ എനിക്കൊരു ഗമക്കുറവല്ലേ. എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടെന്ന് ഓർക്കട്ടെ. അതിനടുത്തോ? അതെ, ക്ലീറ്റസ് ഒക്കെ ഉണ്ടാ? ആരെ നിലവാരത്തിലുള്ള എന്റെ നിലവാരത്തിലുള്ളതാ ക്ലീറ്റസ്. ഇതൊക്കെ നമ്മുടെ തറവാടി സാധനമാണ്. ഈ അമ്മാവന് ചെറിയ പുള്ളിയായിട്ടൊന്നും കാണല്ലോ. ആര്യ ന്യൂസ് ഹോട്ടലിലെ മെയിൻ ഷെഫാ. മാറി നിന്നാ മതി അമ്മാവാ. ഗംഭീര സെറ്റപ്പാണല്ലോ. പിന്നെന്താ, വലിയ സെറ്റപ്പ് അല്ലേ? ഇതാരെന്നറിയോ? അമ്മാവൻ ഫ്രണ്ട് മോനൂട്ടൻ. മണിക്കുട്ടൻ. അതെടുക്കളയാ. അതെ, ഇപ്പം വേറെ പോയിട്ട് വാ, തുടങ്ങ്. അതെ, ഇവനുണ്ടല്ലോ എൻ്റെ അളിയൻ ലൈൻമാൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ലൈൻമാനാ. ഇതുപോലൊരു തല്ലിപ്പൊളി ലോകത്തില്ല. അത് ഞാൻ കൂട്ടുകൂടണം. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ക്യാപിറ്റൽ നടത്തുന്ന. പിന്നെ നീ സാധനം എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടാ. അപ്പൊ ഫാസിലേ, ഇവൻ മണിക്കുട്ടൻ. എനിക്കറിയാം മണിക്കുട്ടൻ. അമ്മാവന്റെ ഫ്രണ്ട് മണിക്കുട്ടൻ ഒരു വലിയ പ്രോബ്ലത്തിൽ നിൽക്കുക.
നമുക്കത് ചെറിയ കുഞ്ഞു വിഷയമായിട്ടാണ് കൊടുക്കണം. എന്തേ മണിക്കൂറിന് കറണ്ട് ഇല്ലേ? നീ കറണ്ടിന്റെ കാര്യം അവനറിയാം ശരിയാക്കാൻ. അവനൊരു ചെറിയ ലൈൻ സ്വന്തമായിട്ട് വലിച്ചു, അതിൽ കണക്ഷൻ വേണം. അത് കൊടുക്കാൻ പറ്റുമോ? അത് റോങ് ആണ്. സ്വന്തമായിട്ട് കണക്ഷൻ വലിക്കാൻ പറ്റൂല. അത് കനകമ്പായി നമുക്ക് ഇടപെടാൻ പറ്റുമോ? ഇല്ല, അത് പറ്റൂല. നീ ഇതെന്താ ആ കണക്ഷൻ അല്ല. ഈ പ്രായത്തിലുള്ള ചെക്കന്മാർക്കൊക്കെ ഉള്ള ഒരു സൂപ്പില്ലേ, പ്രേമം. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അതാണ് എന്റെ പൊന്നിച്ചേട്ടാ, നിങ്ങൾ എല്ലാരും കൂടെ തമാശയാക്കാതെ ഞാൻ എന്റെ കാര്യം ഒന്ന് പറയട്ടെ, എന്റെ വിഷമം ഒന്ന് പറയട്ടെ. എന്റെ പൊന്നിച്ചേട്ടാ, ഞാനും ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ്, മനസ്സിലായില്ലേ? അവളെ കല്യാണമാണ് അടുത്ത ആഴ്ച. നിർബന്ധമായിട്ടും നീ അതിൽ പങ്കെടുക്കുകയും വേണം. മാന്യമായിട്ട് ഒരു സംഖ്യ അവിടെ കൊടുക്കുകയും വേണം. പിന്നെ നിന്നിട്ടായാലും ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ട് വേണം അവിടെ നിന്ന് പോകാൻ. കനക, അതാണ് നാട്ടുമര്യാദ. പിന്നെ ഇവന് മര്യാദയായിട്ട് നമ്മൾ കൂട്ടു നിൽക്കണോ? കനകമ്പായനോട് പറ, സമ്മതിക്കും പോരെ? കല്യാണം മുടക്കണം, നമുക്ക് നടത്താനല്ല പറയുന്നത്. ഇവന്റെ കല്യാണം നമുക്ക് മുടക്കണം. എന്റെ കല്യാണം മുടക്കണല്ല, ഞാനും അവളൊരു ജീവന് തുല്യ ഇഷ്ടമാണ്. എനിക്ക് അവളെ എങ്ങനെയെങ്കിലും വിളിച്ചോണ്ട് വരണം, നിങ്ങൾ എന്നെ സഹായിക്കണം. അത് വേണ്ട, ഒളിച്ചോട്ടൊന്നും ഒന്നിനും സാധ്യതയല്ല. നന്നായി ബുദ്ധി ഉപയോഗിച്ച് വേണം പെരുമാറാൻ. പ്രേമിച്ച് കല്യാണം കഴിച്ചവരുടെ അവസ്ഥ ഒക്കെ എനിക്ക് അറിയണതാണ്. അവർക്ക് കുടുംബത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും ശരി, അവരുടെയൊക്കെ ഗതി അവസാനം മരണ. പറഞ്ഞ നീ പറ. എന്നെ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? എനിക്ക് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാൻ മരിക്കും. നമുക്കൊരു പണി ചെയ്യാം. നാളെ അവളുടെ വീട്ടിൽ ചെന്ന് ഞാനും കനകനും കൂടി ഒന്ന് സംസാരിക്കാം. അതൊന്നും നടക്കണ കാര്യമല്ല. ഞാൻ 2 ദിവസമായി അവളെ പോയി കണ്ടിട്ട്. അവളെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവളെ അച്ഛനും അമ്മയും. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നമുക്ക് ആലോചിക്കാം എന്താണ് വഴി. നമുക്ക് നീ എടുത്തുകാടി ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പറയും. അതെ, ഞാൻ എന്താ അവനോട് കൊണ്ടുവരാൻ കാരണം അറിയാം, ആ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഇവൻ ഉറക്കല്ലടാ. കള്ളും കുടിച്ചിട്ട് അതീതി നടക്ക, ഇവൻ ആത്മഹത്യ ചെയ്യുമെന്ന് വരയ്ക്ക് പേടി. അതല്ലേ ഞങ്ങൾ കൊടുന്ന്. നിനക്ക് ചമ്പറപ്പുണ്ടാ ഉണ്ടാ വിളിച്ചോടാ. ഞാൻ പറഞ്ഞതിന്റെ കൂടെ ഞാനൊരു കാര്യം ഇവിടെ, നിനക്ക് എന്താ ജോലിയും കൂലിയും എന്തെങ്കിലും ഉണ്ടോ? ഈ ബെനിയൻ നിന്റെ സ്വന്തമാണോ ഇത്? അവന് കാറുണ്ടാ. എന്റെ കീറ്റ് ഇപ്പൊ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കാറൊക്കെ ഏത് ഉളക്കും കിട്ടും. നീ അത് വിട്. ഇപ്പൊ നമ്മ വിളിച്ചിറക്കി കൊണ്ടുവന്ന അതിനെ പോറ്റാനുള്ള ജോലി ഇവനുണ്ടോന്ന് കാര്യം ഞാൻ പറയാം. വിളിച്ചിറക്കി കൊണ്ടുവരുന്ന കാര്യം പറയല്ലേ, അതല്ല ഇപ്പൊ വേണ്ടത് ഇവിടെ. നമുക്ക് മാന്യമായ രീതിയിൽ ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറയാം. നീ അവളങ്ങാടും മറക്കണം. എന്റെ പൊന്നിച്ചേട്ടാ അങ്ങനെ പറയരുത്. എനിക്ക് അവളില്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല. കരയുമ്പോഴല്ല കാര്യങ്ങൾ സംസാരിക്കണം. ആണുങ്ങളെ പോലെ അമ്മാവാ ഒരെണ്ണം കൂടി അവന് കൊടുത്തേ.